ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാലക്കുടിയിലുള്ള ഡ്രീം വേൾഡിലേക്കാണ്. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ ഡ്രീം വേൾഡ് എന്ന് പറയുന്നത്. കാരണം ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഡ്രീം വേൾഡ് എന്നുള്ളത്. ചെറുപ്പത്തിൽ വന്നൊരു ഓർമ്മയുള്ളൂ, ഇപ്പം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഒട്ടും പ്ലാനില്ലാണ്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഈ കാണുന്ന ടിക്കറ്റ് റേറ്റിൽ നിന്ന് 20% ഞങ്ങളുടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. എന്നിട്ട് അതിൽ കൂടെ GST ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാഭത്തിന് തന്നെ ടിക്കറ്റ് കിട്ടി. ഇനി എൻ്റെ അകത്തോട്ട് കയറാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുക സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല, മൊബൈലിൻ്റെ കവറില്ല, കാര്യങ്ങളില്ല. അപ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കുന്നത് എനിക്ക് ആകെ ഡൗട്ടായിരുന്നു. വന്നപ്പോൾ തന്നെ നമ്മൾ ക്ലോക്ക് റൂമിൽ കയറി. ക്ലോക്ക് റൂമിൽ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചു കുറച്ച് ഡ്രസ്സ്. പിന്നെ കുട്ടികളൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതാണ് രണ്ടുപേരും ഒരേപോലത്തെ ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നത്. അങ്ങനെ റൈഡുകളിലൊക്കെ കയറാൻ വിചാരിച്ചു. ഫസ്റ്റ് തന്നെ റൈഡുകളെല്ലാം പഴയ റൈഡുകളാട്ടോ. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് കയറിയിട്ടുള്ള അതേ റൈഡുകളാണ്. നമ്മളത് പെയിൻ്റ് അടിച്ച് കുറച്ച് മെയിൻ്റനൻസ് ചെയ്ത് വൃത്തിയാക്കിയെന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം റൈഡുകളാണ്, നമ്മൾ പണ്ട് കയറിയിട്ടുള്ള അതേ റൈഡുകളാണ്. അപ്പോൾ ഞങ്ങൾ അധികം അതിലൊന്നും കയറിയില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് ഈ കുരങ്ങൻ്റെ കയ്യിലിരുന്നിട്ട് ചുറ്റണ ഒരു റൈഡിലായിരുന്നു. അതായിരുന്നു ഞങ്ങളടുത്ത് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനം. ആദ്യം തന്നെ വന്ന് ഒരിക്കലും ഇതിൽ കയറരുത് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ വാൾ വെച്ച് നമ്മുടെ തലയൊക്കെ കറങ്ങി ആകെ പ്രശ്നമാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കയറാതെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ട് എന്തൊക്കെയാണ് നോക്കിയിട്ട് മാത്രം നമ്മൾ ലാസ്റ്റിൽ ഇതിൽ കയറിയാൽ മതി. അപ്പോൾ ഇതിൽ കയറിയോട് കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ ഹെൽത്ത് പോയി. പിന്നെ ഞങ്ങൾക്ക് ആകെ ഛർദ്ദലും തലകറക്കമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അധികം റൈഡിലൊന്നും വീണ്ടും കയറാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സംഭവത്തിൽ കയറാനായിട്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ അവസാനം ക്യൂ ഒക്കെ നിന്ന് കിട്ടി അവിടെ കയറാൻ സ്ഥലം. അതും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ എക്സിബിഷനൊക്കെ പോയിട്ട് എപ്പോഴും കയറുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ വേറെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് അവസാനം ഉച്ചയായി. അങ്ങനെ അവിടെ നിന്ന് ഒരു ഊണൊക്കെ കഴിച്ചു. ഊണിന് എത്ര റേറ്റ് കൂടുതലാണ് കേട്ടോ. റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ റേറ്റ് കൂടുതലാണ് ഊണിന്. പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വാട്ടർ തീം പാർക്കിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് വാട്ടർ റൈഡുകളാണ്. അപ്പോൾ അതിനെക്കാട്ട് മുന്നൊന്ന് നടന്ന് കണ്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതിനെക്കാട്ടും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഈ ഹൊറർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നിങ്ങൾ കാണുന്നില്ലേ, ഇതിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പറയത്തൊക്കെ ഒന്നും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. കുറേ അങ്ങനെ ഇങ്ങനെ ഇരുട്ടായിട്ട് അടച്ചു വെച്ചേക്കാണ്. നമ്മൾ പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നും എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതുകൂടെ ഞങ്ങൾ കുറച്ച് നടന്നു. എന്നാലും കുട്ടികൾക്കൊന്നും അങ്ങനെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ ഈ വാട്ടർ റൈഡുകൾ കയറുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. ഇതൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു സംഭവം കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്ന് എവിടേക്കോ എത്തി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ സ്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അവിടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ടിക്കറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല, ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി ക്ലോക്ക് റൂമിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഈ പോണ പോക്കാണ് സ്നോ വേൾഡിൽ കയറാനായിട്ട്. അപ്പോൾ ആ പോകുന്ന പോക്കിൽ ചെറിയൊരു ഫൗണ്ടനൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
അങ്ങനെ സ്നോ വേൾഡ് ഏറ്റവും അവസാനം കണ്ടുപിടിച്ചിട്ടോ. ഇതിൽ കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറിയത്. അവിടെ കയറിയപ്പോൾ നമുക്ക് കാലുമിടാനായിട്ടൊരു ഷൂ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷൂ ഇട്ടിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, -10 -15 അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. നമുക്കൊരു പരിധിക്ക് മേലെ ആ ഒരു തണുപ്പിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് കോൾഡും ഫീവറൊക്കെ വരും. അപ്പോൾ അധിക നേരം കുട്ടികളെ കൊണ്ട് അവിടെ നിൽക്കണത് നല്ലതല്ലാന്ന് തോന്നി. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവുമല്ലോ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെ തോന്നി. ഞാൻ റൈഡിൽ കയറി തലയൊക്കെ കുത്തി വീണു. ഞാൻ മാത്രമല്ല, എല്ലാവരും വീഴുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി എല്ലാത്തിനും പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര വയസ്സായ ആൾക്കാരും കുട്ടികളാവും എന്ന് പറയണത് അതിൽ ഒരു സംശയവും ഇല്ല. നമുക്ക് അധിക സമയം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ശ്വാസം എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നി എനിക്ക്. അപ്പോൾ കുട്ടികളും കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഫുൾ വാട്ടർ റൈഡിൽ കയറായിരുന്നു. വെള്ളത്തിലെ കളിയായിരുന്നു മൊത്തം. പിന്നെ നമ്മളവിടെ നിന്ന് പോകുന്നവരെ ഫുൾ വെള്ളത്തിൽ കളിയായിരുന്നു. അപ്പോൾ മൊബൈലും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ കയ്യിൽ മൊബൈൽ കവറുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് മൊബൈൽ ക്ലോക്ക് റൂമിൽ വെച്ചു. അപ്പോൾ ഫർദർ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ വീണ്ടും വീഡിയോസായിട്ട് ഇടാനായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.